ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണസദ്യ സ്പെഷ്യൽ റെസിപ്പിയായ കുറുക്ക് കാളനാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ അവിടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് ഒരു പച്ചക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചേനയാണ്. ഒരു ചെറിയ പീസ് ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം വരും കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ മൺചട്ടിയിലാണ് വേവിക്കുന്നത്. ഇത് കുക്കറിലും വേവിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കൊടുത്താൽ മതി. എന്നാൽ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. അപ്പൊ ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കഷ്ണങ്ങളൊന്നും വെന്തുടയാൻ പറ്റില്ല കേട്ടോ. പാകത്തിന് വെന്താൽ മാത്രം മതി. ഉടയാതെ നമുക്ക് കഷ്ണങ്ങൾ കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പൊ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കണം. നമ്മൾ ഇനി ഇതിൽ തൈരും തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു കളർ കിട്ടണം ഇതിന്. അപ്പൊ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പൊ കഷ്ണങ്ങൾ വെന്തുടയാതെ ശ്രദ്ധിക്കണം കേട്ടോ. കഷ്ണങ്ങൾ പാകത്തിന് വെന്താൽ മാത്രം മതി. അപ്പൊ കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് തൈര് എടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് മോരാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഇതിലെ കട്ടയൊന്ന് ഉടച്ചാൽ മതി. നല്ല ക്രീമി പരുവത്തിലാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് കൂടുതൽ തൈരൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ നല്ല പുളിയുള്ള തൈര് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാളൻ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉപയോഗിച്ചാലും മതി. കുറച്ച് നേരം ഇരുന്നാൽ പിന്നെ പുളിച്ചോളും. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള 2 പച്ചമുളകും. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഏകദേശം 1/2 കപ്പോളം വരും കേട്ടോ. ഇനിയിപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ വെന്തുടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെന്തുടയാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഉടയാതെ കഷ്ണങ്ങൾ കിട്ടണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള തൈര് ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തൈര് പിരിയും. അപ്പോൾ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർക്കാം. പിന്നെ ഇത് കറി ആയിട്ടല്ല കേട്ടോ വേണ്ടത്. കുറുക്ക് കാളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ ഒലിച്ചു പോവാത്തൊരു പരുവത്തിൽ വേണം നമ്മൾ സദ്യൻ്റെ എല്ലാ റെസിപ്പിയും വിളമ്പാനായിട്ട്. അപ്പം ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലൊരു കുറുകിയ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഒത്തിരി നന്നായിട്ട് കുറുക്കി എടുക്കണം കേട്ടോ. കാരണം നമ്മൾ തൈരും തേങ്ങയൊക്കെ ചേർത്ത് കാരണം തന്നെ തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിക്കാവും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഉലുവയും കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. പിന്നെ കുറേ കറിവേപ്പിൻ്റെ ഇല ചേർക്കണം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സദ്യ റെസിപ്പിയിലൊക്കെ കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ചേർത്താലാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുക. അപ്പോൾ ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ചേർക്കാം. ഇപ്പം തന്നെ കറി നന്നായി തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പിയായ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ പല സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഓണം സദ്യ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കല്ലേ.
പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി ഓണസദ്യ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്